ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. പക്ഷേ ഇതിനെന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം 2 കപ്പ് പൊന്നിയരി അത് വെള്ളത്തിലിട്ടു, നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക. പിന്നെ ഈ 2 കപ്പ് പൊന്നിയരിക്ക് ഞാനിട്ടത് 1/2 കപ്പ് ഉഴുന്നാണ്. 1/2 കപ്പ് ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലേശം കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരി ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ അരി ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഊറ്റി വെക്കുകയാണ് കേട്ടോ. വെള്ളം മാർന്നു പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇത് ഒന്ന് ഊറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് മിക്സിയിൽ ആദ്യം ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് ഞാൻ അരച്ചെടുത്തു ഇവിടെ, അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. അതിനിടയിൽ ഇനി ഞാൻ ചെയ്യുന്നത് അരി നമ്മൾ സ്ട്രെയിനറിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരി മാതിരി ഉണ്ടാവും, നല്ല ഫൈനായിട്ടല്ല പറയുന്നത്, അങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല, കാരണം ഒരു ചെറിയ നനവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് ഈ ഉഴുന്നിലോട്ടിട്ടിട്ട് ഒന്ന് കലർത്തുക. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ സാധാരണ ഒരു 8 മണിക്കൂറൊക്കെ പുളിപ്പിക്കാൻ വെക്കില്ലേ, അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഇത് എന്താ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല സോഫ്റ്റാണ്. എത്ര നേരം നമ്മൾ വെച്ചാലും ആ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് പോവില്ല. മാത്രമല്ല നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇഡ്ഡലി സോഫ്റ്റ് അല്ലാതെ വന്നിട്ടില്ല. ചോറ് വേണ്ട, അവിൽ നമ്മൾ സബൂദാന പലതും ഇടുമല്ലോ നമ്മൾ സോഫ്റ്റ് ആവാൻ, ഇതൊന്നും ഇടണ്ട. ഇങ്ങനെ ചെയ്താൽ തന്നെ ഇഡ്ഡലി വളരെ സോഫ്റ്റായിട്ട് കിട്ടും. മാവ് നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കുമ്പോൾ എപ്പോഴും നമ്മൾ പതുക്കെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 10 to 12 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. 12 മിനിറ്റൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഡ്ഡലി ആയിട്ടുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് ഇഡ്ഡലി ബാക്കി വന്നു, നിങ്ങളത് രാത്രിയോ എങ്ങാനും കഴിക്കാനായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഇഡ്ഡലി ഉണ്ടാവും. ഇത് കട്ടിയാവുകയില്ല. അപ്പോൾ എല്ലാവരും കുറച്ച് അരി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നമ്മൾ ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഗ്രൈൻഡറിലാണ് ഉഴുന്ന് അരയ്ക്കുന്നതെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് മിക്സിനേക്കാട്ടിലും നന്നായിട്ട് വരും. അപ്പോൾ ഗ്രൈൻഡറിൽ ഉഴുന്ന് ഇട്ട സമയം കൊണ്ട് നിങ്ങൾക്ക് അരി ഇങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂർ അരി ഉഴുന്ന് അരച്ചെടുക്കേണ്ടത് നമുക്കിവിടെ ഒരു 20 മിനിറ്റ് കൊണ്ട് രണ്ടും അരച്ചെടുക്കാൻ കഴിയും. താങ്ക് യു.